തിരികെ ചർച്ചയിലേക്ക് ശ്രീ ഹസ്കർ, ഇനിയും ഒരു വിവാദ ലോക കേരള സഭയുമായി സംസ്ഥാന സർക്കാർ പോകാതെ ഒരു പുനർവിചിന്തനം നടത്തി ഇപ്പോൾ നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാം, അതിനുശേഷമാകാം ഇത്തരം ലോക കേരള സഭയതൊക്കെ എന്തുകൊണ്ടാണ് ഒരിക്കൽ പോലും ചിന്തിക്കാൻ സാധിക്കാത്തത്? കാരണം പലപ്പോഴും സാധാരണക്കാരോട് മുണ്ട് മുറുക്കി ഉടുക്കാൻ പറയുന്ന സർക്കാരിന് ഈ ലോക കേരള സഭ ഒന്ന് മാറ്റിവെക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടായിരിക്കാം? അങ്ങ് ഏറ്റവും പ്രധാനപ്പെട്ട ഇക്കാര്യത്തിൽ കാണേണ്ടത്, സംസ്ഥാന സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ പോകുമ്പോൾ ആ സംസ്ഥാന സർക്കാരിനെ വീണ്ടും പ്രതിസന്ധിയിലാക്കുന്നതിനു വേണ്ടി കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുള്ള എല്ലാ ഇടപെടലുകളും നമുക്ക് മുന്നിലുണ്ട്. അപ്പോഴാണ് 64 ലക്ഷം പേർക്ക് 1600 രൂപ വീതം ക്ഷേമ പെൻഷനുകൾ 3 മാസത്തെ കുടിശ്ശിക തീർത്ത് കൊടുത്തുകൊണ്ടാണ് ഈ സംസ്ഥാന സർക്കാർ നിലനിൽക്കുന്നത്. സംസ്ഥാന സർക്കാർ സാധാരണ മനുഷ്യരെ ചേർത്തു പിടിക്കുന്നതിനു വേണ്ടി അതിന്റെ കഴിവിന്റെ പരമാവധി എല്ലാ പ്രതിസന്ധികളെയും പ്രതികൂല സാഹചര്യങ്ങളെയും മറികടന്നുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോക കേരള സഭയ്ക്ക് സംസ്ഥാന സർക്കാരിന് ഒരു വിഷൻ ഉണ്ട് ഇക്കാര്യത്തിൽ. ആ വിഷൻ എന്ന് പറയുന്നത് ലോകത്താകമാനമുള്ള പ്രവാസികളെ ചേർത്തു നിർത്തുകയും അവരെ കൊണ്ട് കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് അവരെ കൊണ്ട് സംഭാവന നൽകിക്കുക എന്ന മഹത്തായ യജ്ഞമാണ് നടന്നു വരുന്നത്. നമുക്കറിയാം, സാമ്പത്തിക കണക്കുകൾ പരിശോധിച്ചാൽ നേരത്തെ GCC രാജ്യങ്ങളിൽ നിന്ന് സംസ്ഥാനത്തേക്ക് വലിയ തോതിൽ സാമ്പത്തികമായി പ്രതിവർഷം വന്നുകൊണ്ടിരുന്ന ഒഴുക്കിന് ആ വിദേശ നിക്ഷേപത്തിന് ചില തരത്തിൽ ഇപ്പോ തടസ്സങ്ങൾ വന്നിട്ടുണ്ട്. അത് ഒഴിവാക്കിക്കൊണ്ട് ലോകത്താകമാനമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റിതര ലോക രാജ്യങ്ങളിലും നിൽക്കുന്ന മറ്റ് വികസിത രാജ്യങ്ങളിലും നിൽക്കുന്ന മലയാളികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലേക്ക് വിദേശ നാണ്യം എത്തിക്കുക എന്ന മഹത്തായ പരിപാടിയാണ്. ഹസ്കർ, ഈ വിദേശ നാണ്യം എങ്ങനെയാണ് കേരളത്തിലേക്ക് എത്തുന്നത്? അത് യാതൊരു നിക്ഷേപകമായിട്ടല്ലല്ലോ വരുന്നത്, അതാത് കുടുംബങ്ങളിലേക്ക് വരുന്നതല്ലേ. ഒരുപക്ഷെ കേരളത്തിൽ നമുക്കറിയാം എത്രയോ ശതമാനം ആൾക്കാരാണ് പ്രവാസ ജീവിതം നയിക്കുന്നത്. അവരൊക്കെ അവരുടെ വീടുകളിലേക്ക് അയക്കുന്ന തുകയല്ലേ. അതെങ്ങനെയാണ് വിദേശ നിക്ഷേപം, വിദേശ നാണ്യം സ്വീകരിക്കുന്നു എന്നൊക്കെ പറയാൻ സാധിക്കുന്നത്? അങ്ങനെയല്ലാതെ അതിനൊരു വലിയ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിൻബലത്തോടു കൂടി വേണം അതിനെ നമുക്ക് പരിശോധിക്കാൻ. നമുക്കറിയാം, നേരത്തെ GCC രാജ്യങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് വലിയ തോതിൽ പണം വന്നുകൊണ്ടിരിക്കും. അവരുടെ കുടുംബങ്ങളിലേക്ക് കാണും. അത് ക്രയവിക്രയ സ്വാതന്ത്ര്യത്തോട് കേരളത്തിൽ അതിന്റെ സാമ്പത്തികമായിട്ടുള്ള വലിയ തോതിലുള്ള ചലനം സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ നിലവിലെ പുതിയ സാഹചര്യത്തിൽ യൂറോപ്പ്, അമേരിക്ക, ഇംഗ്ലണ്ട് തുടങ്ങിയിട്ടുള്ള ലോക രാജ്യങ്ങളിൽ നിന്നാകമാനം മലയാളികൾ രാജ്യങ്ങളിലേക്ക് മലയാളികൾ പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും അവിടെ നിന്ന് സമ്പാദിക്കുന്ന പണം കേരളത്തിലേക്ക് എത്തിക്കുന്നതിൽ വിമുഖത കാണിക്കുന്നു. അവരുടെ കുടുംബാംഗങ്ങളെ അടക്കം കേരളത്തിൽ നിന്ന് പറിച്ച് മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന സാഹചര്യമാണ് നിലവിൽ നാം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായി ഞാൻ കാണുന്നത്. അപ്പോൾ അതിനെ പരിഹരിക്കുന്നതിനു വേണ്ടി അവരുടെ നിക്ഷേപം കേരളത്തിലേക്ക് എത്തപ്പെട്ടു കഴിഞ്ഞാൽ, അവരുടെ ജോലി സമയം കഴിയുമ്പോൾ അല്ലെങ്കിൽ അവർ റിട്ടയർമെന്റിലേക്ക് എത്തുമ്പോൾ അവർ തിരിച്ച് കേരളത്തിലേക്ക് വരികയും കേരളത്തിൽ സ്ഥിരതാമസമാക്കുകയും കേരളത്തിൽ അവർ നിക്ഷേപിച്ചിട്ടുള്ള അവരുടെ നിക്ഷേപം കൊണ്ട് ശിഷ്ടകാലം ജീവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കുകയുമാണ്. അങ്ങനെ ഒരു വലിയ വികസന സ്വപ്നമാണ് ലോക കേരള സഭ വിഭാവന ചെയ്യുന്നത്. ആ വികസന സ്വപ്നത്തിലേക്ക് അടുക്കുന്നു. കേരളം സാമ്പത്തികമായി സ്വയം പര്യാപ്തമാകുന്ന സാഹചര്യത്തിലേക്ക് കേരളത്തിലെ വ്യവസായിക അന്തരീക്ഷം, കേരളത്തിലുള്ള ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് മനുഷ്യ വിഭവശേഷിയാണ്. ആ മനുഷ്യ വിഭവശേഷിയെ എങ്ങനെ നോളജ് ബേസ്ഡ് എക്കണോമിയുമായി കണക്ട് ചെയ്തുകൊണ്ട് കേരളത്തിന് പിടിച്ചു നിൽക്കാനാവും എന്ന വലിയ ചിന്തയാണ് ലോക കേരള സഭ കാഴ്ചവെക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള നിക്ഷേപ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയാണ് ലോക കേരള സഭ ചർച്ച ചെയ്യുന്നത്. അത്തരത്തിൽ ചർച്ചകൾ നടക്കുമ്പോൾ സ്വാഭാവികമായി വിമർശകർക്കും മലയാളികളെ എല്ലാ കാലത്തും പിന്നിലേക്ക് വലിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കും അങ്ങനെ കേരളം മുന്നേറുന്നത് കാണുമ്പോൾ ചില വേവലാതികൾ ഉണ്ടാവും. ശരി, ഇപ്പോഴുള്ള മുതിർന്ന CPM നേതാക്കളുടെ മക്കളൊക്കെ പഠിക്കുന്നത് വിദേശത്താണ്. അവരെല്ലാം എന്തായാലും വിദ്യാഭ്യാസത്തിന് ശേഷം തിരികെ അവരുടെ പഠന മികവൊക്കെ കേരളത്തിൽ തന്നെ നിലനിർത്തുമെന്ന് തന്നെ നമുക്ക് ആശിക്കാം, അല്ലേ? മുഖ്യമന്ത്രിയുടെ മകനടക്കം ദുബായിലാണല്ലോ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. എന്തായാലും അതിലേക്ക് വരാം. ശ്രീ PR ശിവശങ്കർ, എന്തായാലും ഈ വിദേശ നാണ്യ ക്രയവിക്രയം നടത്താൻ ഏറ്റവും അനുയോജ്യം എന്ന് പറയുന്നത് ലോക കേരള സഭ എന്നാണ് ഹസ്കർ പറയുന്നത്. ഞാൻ ഹസ്കറിനോട് എവിടെയെല്ലാം യോജിക്കാൻ പറ്റും അവിടെയൊക്കെ യോജിക്കാമെന്ന് വിചാരിക്കുമ്പോൾ അദ്ദേഹം നിർബാധം എന്നെ അദ്ദേഹത്തിനോട് എതിർക്കാനുള്ള ഒരു പോയിന്റിലേക്കാണ് അദ്ദേഹം എത്തിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് പറയട്ടെ, അദ്ദേഹം പറഞ്ഞ 2-3 പോയിന്റ്
CPM-ന്റെ നയമാണോ എന്ന് വരെ എനിക്ക് സംശയമുണ്ട്. കാരണം ഈ കടം മേടിക്കൽ ജന്മാവകാശമാണെന്ന് വിശ്വസിക്കുന്ന ഒരു സർക്കാരാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ നിരന്തരം കടം മേടിച്ചുകൊണ്ട് ഇന്ന് ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളെക്കാളും കടബാധ്യത കൂടുതലുള്ള ഒരു സംസ്ഥാനമായി കേരളം വളരുമ്പോൾ എന്തിനാണ് ഇത്തരത്തിലുള്ള വിദേശ നാണ്യം ഒക്കെ ഇങ്ങോട്ട് വരുമ്പോഴും ഇത്രയേറെ വികസന സാധ്യത ഉള്ളപ്പോഴും എന്തിനാണ് ഇത്രയേറെ കടം മേടിക്കുന്നത്? അടുത്ത തലമുറയെ വരെ അവരുടെ സ്വാതന്ത്ര്യത്തെ, അവരുടെ സ്വപ്നത്തെ എല്ലാം പൂർണ്ണമായും ഏതോ വിദേശികൾക്കെല്ലാം, കാരണം മസാല ബോണ്ടൊക്കെയാണല്ലോ കൊടുത്തേക്കുന്നത്, വിദേശികൾക്ക് പണയം വെച്ചുകൊണ്ട് അടുത്ത തലമുറയെ വരെ പണയാധാരമാക്കി വെച്ചിട്ടുള്ള ഒരു സർക്കാരാണത്. അതിലും ഒരു വലിയ ഒരു തെറ്റായ രീതിയിലുള്ള സന്ദേശം അദ്ദേഹം നൽകിയത്, അത് അസ്കറിന്റെ ആണെങ്കിലും ഇടതുപക്ഷ മുന്നണിയുടെ ആണെങ്കിലും അത് വളരെ തെറ്റായ ഒരു സാമ്പത്തിക നയമാണ് അദ്ദേഹം വിജയിച്ചത്. അദ്ദേഹം പറഞ്ഞത് GCC രാജ്യങ്ങളിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ഇവിടെ സാമ്പത്തിക ചലനം ഉണ്ടാക്കിയെന്ന്. ഒരു പരിധിവരെ സാമ്പത്തിക ചലനം ഉണ്ടാക്കി എന്നുള്ള വാദഗതി അംഗീകരിച്ചാൽ തന്നെ സാമ്പത്തികമായി ഉൽപാദനം നടത്താതെ ഒരു സംസ്ഥാനത്തും വികസനം ഉണ്ടാകില്ല എന്നുള്ളത് എല്ലാവർക്കും അംഗീകരിക്കുന്ന, ലോകം മുഴുവൻ അംഗീകരിച്ച ഒരു സാമ്പത്തിക ശാസ്ത്രമാണ്, രീതിയാണ്. ഒരു സെക്കൻഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇല്ലാതെ ഒരു സർവീസ് സെക്ടർ മാത്രം വികസിച്ചുകൊണ്ട് ഒരു രാജ്യത്തും വലിയ കാര്യമായിട്ടുള്ള വികസനം ഉണ്ടായിട്ടില്ല. അത്തരത്തിലുള്ള വികസന പദ്ധതി കേരളത്തിനോ ഒരു രാജ്യത്തിനോ യോജിച്ചതല്ല. രണ്ട്, അദ്ദേഹം പറഞ്ഞത് ഈ ജനങ്ങൾ മുഴുവൻ പഠിച്ച് നോളജ് സിറ്റി വിദേശത്തേക്ക് പോയി പണിയെടുത്തതിന് ശേഷം റിട്ടയർമെന്റിന് അവർ കേരളത്തിലേക്ക് തിരിച്ചു വരണമെന്ന്. എന്തൊരു അബദ്ധധാരണയാണ്! ഈ കേരളത്തെ ഒരു വൃദ്ധസദനമാക്കിക്കൊണ്ട് ഈ കേരളത്തെ മുഴുവൻ കഴിവുള്ള, തൊഴിൽ ചെയ്യാൻ സാധ്യതയുള്ള ഒരു ആ ഏജ് ഗ്രൂപ്പിലുള്ള യുവാക്കളുടെ കഴിവും അവരുടെ ബുദ്ധിപരമായ സാമർഥ്യവും ആരോഗ്യവും എല്ലാം വിദേശ രാജ്യങ്ങളെ വികസിപ്പിക്കുവാൻ എടുത്തുകൊണ്ട് അവർ വൃദ്ധരാകുമ്പോൾ തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നുകൊണ്ട് വൃദ്ധസദനത്തിനുള്ള റിട്ടയർമെന്റ് സ്കീമുമായിട്ട് കേരളം ജീവിക്കണമെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഹസ്കറും ആഗ്രഹിക്കണമെങ്കിൽ ആ ആഗ്രഹത്തെ ഞങ്ങൾക്ക് പൂർണ്ണമായും തള്ളേണ്ടി വരും. ഒരു സംശയവുമില്ല. അത്തരത്തിലുള്ള ആഗ്രഹമുള്ള മലയാളികൾക്കെതിരെയും BJPക്കും ഇവിടെ കേരളം നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നിൽക്കേണ്ടി വരും. ഒരു സംശയവുമില്ല. നമുക്ക് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ഈ സംസ്ഥാനത്തിൽ ഞാൻ ഒരു കണക്കുകൂടി പറയാം. ഗിഫ്റ്റ് സിറ്റി, ഈ സംസ്ഥാനത്തെ തകർക്കുവാൻ വേണ്ടിയിട്ടാണോ BJP സർക്കാർ ഗിഫ്റ്റ് സിറ്റി അനുവദിച്ചത്? നരേന്ദ്രമോദി സർക്കാർ ഗുജറാത്തിലും കേരളത്തിലും മാത്രമല്ലേ ഗിഫ്റ്റ് സിറ്റി അനുവദിച്ചത്? അത് ഇന്ത്യയിലെ ഗുജറാത്തില് അതിന്റെ എക്കണോമി എത്രയേറെ വളർന്നിരിക്കുന്നു. ഞാൻ കണക്കുകൾ ദീർഘമായൊന്നും പറയുന്നില്ല. അവിടെ സെക്കൻഡ് ഫേസ് ആരംഭിച്ചു. ഇവിടെ സ്ഥലം പോലും ഏറ്റുകൊടുത്തിട്ടില്ല. ബഹുമാന്യനായ നമ്മളുടെ ലുലുവിന്റെ മുതലാളി യൂസഫ് അലി, അദ്ദേഹം മുഖ്യമന്ത്രി ഇരുത്തിക്കൊണ്ട് തന്നെ വിമർശനം ഉന്നയിച്ചു. ഇവിടെ ഗിഫ്റ്റ് സിറ്റി നടക്കാൻ പോയിട്ട് അവിടെ ഒരു തറക്കല്ലിടാനോ സ്ഥലങ്ങൾ പോലും ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല. ഗുജറാത്ത് നോക്കൂ, രണ്ടാം പദ്ധതിയായി മാറിയിരിക്കുന്നു. അവിടെ കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നു. സിംഗപ്പൂരിനേക്കാൾ വികസിത രാജ്യമായിരിക്കുന്നു. എത്രയോ പേർക്ക് തൊഴിൽ കിട്ടുന്നു. പക്ഷേ 6 വർഷമായിട്ട് ഈ ഗിഫ്റ്റ് സിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ഇല അനക്കാൻ പറ്റാത്ത സർക്കാർ. ഈ സർക്കാരാണോ വിദേശ മൂലധനത്തിന്റെ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്? ഈ സർക്കാരാണോ യുവാക്കളുടെ തൊഴിലിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്? ഈ സർക്കാരാണോ നോളജ് സിറ്റിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്? വിദേശ സർവകലാശാലകളെ നിരന്തരമായി ഇവിടെ ഓടിച്ചിട്ട് ഇന്ന് എല്ലായിടത്തും വിദേശ സർവകലാശാല നിറഞ്ഞു കഴിഞ്ഞപ്പോൾ, ഓൺലൈൻ പഠന കേന്ദ്രങ്ങൾ നടന്നപ്പോൾ ഇന്ന് നിങ്ങൾ വിദേശ സർവകലാശാലയുടെ ഒപ്പം നടക്കുന്നു. അത് കാരണം നിങ്ങളുടെ കമ്മ്യൂണിസം പോലെ തന്നെ തകർന്ന, അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിന് യോജിക്കാത്ത ചിന്താഗതിയുമാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കളും കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികളും ചിന്തകരും മുന്നോട്ട് വയ്ക്കുന്നത്. ഇത്തരം ചിന്താ പദ്ധതിയിൽ നിന്നുള്ള മോചനമായിരിക്കണം നവകേരള സഭ എടുക്കുന്നതെങ്കിൽ ശരിയാണ്. പക്ഷെ നിർഭാഗ്യവശാൽ അവിടെ ഇത്തരത്തിലുള്ള വിദ്യാസുരന്മാരുടെ, മന്ത്രിമാരായ ചില വിദ്യാസുരന്മാരുടെ ചില സ്വപ്നങ്ങളും അവരുടെ ഒരു ഭരണ നേട്ടങ്ങൾക്ക് ഗുണകരമല്ലാത്ത, ഭാവിയിലെ മലയാളികൾക്ക് ഗുണകരമല്ലാത്ത വെറും തകർപ്പൻ പൊട്ടുകളപ്പൻ രാഷ്ട്രീയ പ്രസംഗങ്ങൾ മാത്രമാണ് അവിടെ കേൾക്കാത്തത്. സാമ്പത്തിക കാര്യത്തിൽ ജ്ഞാനമുള്ള അത്തരം ആളുകളെയോ വികസന പദ്ധതികൾക്ക് വേണ്ട കൃത്യമായ പ്രവർത്തന പദ്ധതികളോ ഈ നവകേരള സഭയിൽ ഇല്ല എന്നുള്ളതാണ് ഓരോ മലയാളികളെയും ഏറ്റവും ദുഃഖിപ്പിക്കുന്ന കാര്യം. ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ശ്രീ BN ഹസ്കർ. എന്തായാലും നേരത്തെയുള്ള ലോക കേരള സഭകളൊക്കെ വലിയ പരാജയം എന്ന് തന്നെയാണ് നിരീക്ഷകരും വിമർശകരും ഒക്കെ സൂചിപ്പിക്കുന്നത്. കാരണം എന്ത് സാമ്പത്തിക നേട്ടം അല്ലെങ്കിൽ വ്യവസായ സംരംഭം കേരളത്തിന് തുടങ്ങാനായി എന്ന് ചോദിച്ചാൽ അതിപ്പോഴും ഇല്ല എന്നുള്ളത് തന്നെയാണ്. പിന്നീട് ഇനിയും ഒരു ലോക കേരള സഭയുടെ ആവശ്യമുണ്ടോ എന്ന് പറയുമ്പോൾ വീണ്ടും അതേ ഉത്തരം തന്നെയാണ് ആവർത്തിക്കുന്നത്. അതായത് എല്ലാവരെയും ഒരുമിപ്പിക്കുക, കൂടുതൽ നിക്ഷേപ സാധ്യതയുള്ളൊരിടമായി കേരളത്തെ മാറ്റുക എന്നൊക്കെ. എന്തായാലും ഈ ലോക കേരള സഭ കൂടി ഒന്നുകൂടി വിമർശനത്തിന് വിധേയമാകുമ്പോൾ ഇത് എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതിന് മുൻപുള്ള എന്തെങ്കിലും രാഷ്ട്രീയ കരുനീക്കമാകും എന്നുള്ള വിമർശനം വന്നാൽ അതിനെ എങ്ങനെയായിരിക്കും CPM പ്രതിരോധിക്കുക? ഇന്നത്തെ അസാധ്യതകൾ നാളെ സാധ്യമാക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ രാഷ്ട്രീയമായിട്ടുള്ള വെല്ലുവിളി.
ആ രാഷ്ട്രീയമായിട്ടുള്ള വെല്ലുവിളി ഏറ്റെടുക്കുക എന്നുള്ളതാണ് എപ്പോഴും ഇടതുപക്ഷ ഗവൺമെന്റുകൾ ചെയ്തിട്ടുള്ളത്. അത്തരം ഒരു വെല്ലുവിളിയാണ് ലോക കേരള സഭയെ സംബന്ധിച്ചുള്ളത്. ലോക കേരള സഭ ഏതൊക്കെ തരത്തിൽ കേരളത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ പരിശോധിച്ച് അത്തരത്തിലുള്ള ചർച്ചകൾ നടത്തി ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കാം. ഒരു സംശയം വേണ്ട. നമുക്കറിയാം ജനകീയാസൂത്രണം, കേരളത്തിന്റെ ചരിത്രത്തിൽ ജനകീയാസൂത്രണം നടത്തിയിട്ടുള്ള വിപ്ലവാത്മകമായിട്ടുള്ള മാറ്റങ്ങളെ സംബന്ധിച്ച് ഇന്നും പഠന വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുടുംബശ്രീ മിഷൻ കേരളത്തിൽ നടപ്പിലാക്കുന്നത് വഴി കേരളത്തിലെ സ്ത്രീകളെ, നിർധനരായിട്ടുള്ള സ്ത്രീകൾക്ക് ഉണ്ടായിട്ടുള്ള സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള വളർച്ചാ നിരക്കുകളെ സംബന്ധിച്ച് ഇന്നും പഠന വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായും ഇത്തരം നവ ആശയങ്ങൾ ലോകത്തിന് മുമ്പാകെ വെക്കുവാൻ കഴിയുന്ന ഒരു വലിയ ചിന്താധാര കേരളത്തിന് നൽകാനായിട്ടുണ്ട് എന്നുള്ള വസ്തുതകളിൽ കൂടി നിന്ന് വേണം ലോക കേരള സഭയെ കാണാൻ. അത് ഒരു തരത്തിലും അതൊരു രാഷ്ട്രീയ മുതലെടുപ്പിന്റെ വേദിയായി നാം കാണേണ്ടതില്ല. മറിച്ച് ഇതിലും രാഷ്ട്രീയമുണ്ട്. ഇതിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് മലയാളികളെ ചേർത്ത് പിടിക്കുകയും മലയാളികളെ ഒത്തൊരുമയോടുകൂടി കൂട്ടായ്മയോടുകൂടി നിർത്തുകയും ചെയ്യുക എന്ന വലിയ രാഷ്ട്രീയം ഇക്കാര്യത്തിലുണ്ട്. അതുകൊണ്ടാണ് ആ രാഷ്ട്രീയ പ്രഖ്യാപനമായി ലോക കേരള സഭകൾ മാറുന്നത്. ശരി, ശ്രീ PR ശിവശങ്കർ, ഇവിടെ ഏത് വെല്ലുവിളിയെയും അതിജീവിച്ച് തങ്ങൾ ലോക കേരള സഭ നടത്തുമെന്ന് പറയുമ്പോൾ ഏത് വിമർശനം വന്നാലും വെല്ലുവിളി നടന്നാലും നമ്മളുടെയൊക്കെ അജണ്ടകൾ നടപ്പിലാക്കുമെന്ന് തന്നെയാണോ ഇവർ ഗൂഢമായി ഉദ്ദേശിക്കുന്നത്? എനിക്ക് ഒന്നും കൂടി എതിർക്കേണ്ടി വരുന്നു. ഈ 1998 അടൽ ബിഹാരി വാജ്പേയി ഉദ്ഘാടനം ചെയ്ത കുടുംബശ്രീയാണോ നവകേരള സഭയിൽ ഇന്നും ചർച്ച ചെയ്യാൻ പോകുന്നത്? അതാണോ ഏറ്റവും പുതിയ രീതി? 98 കഴിഞ്ഞിട്ട് എത്രയോ വെള്ളം ഒഴുകി പോയിരിക്കുന്നു. പുതിയ പദ്ധതികളെ കുറിച്ച് ചർച്ച ചെയ്യുവാനോ അതിനെക്കുറിച്ചിട്ടുള്ള യാതൊരുവിധ ഈ കാലഘട്ടത്തിൽ, മാറിയ കാലഘട്ടത്തിൽ പുതിയ യുവാക്കൾക്കും യുവതികൾക്കുമുള്ള പുതിയ സംരംഭങ്ങളെ കുറിച്ചോ ടെക്നോളജികളെ കുറിച്ചോ ചർച്ച ചെയ്യാൻ പോലും ഇല്ലാത്ത ഒരു സർക്കാരായി ഇത് മാറിയിരിക്കുന്നു എന്നുള്ളതിന്റെ വിഷമം. ഇപ്പോഴും കുടുംബശ്രീയാണ് ചർച്ച ചെയ്തിരിക്കുന്നത്. ഇപ്പോ ഇവർ ചിപ്സും മാങ്ങാക്കറിയുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്ന് മറ്റുള്ള സംസ്ഥാനത്തെയും മറ്റു രാജ്യങ്ങളിലും സെമി കണ്ടക്ടറും മറ്റുള്ള തരത്തിലുള്ള ചിപ്സും ഉണ്ടാക്കുമ്പോൾ ഇവർ പൊട്ടറ്റോ ചിപ്സ് ഉണ്ടാക്കുന്നത്. ഇതാണ് കേരളത്തിന്റെ ഗതികേട്. ഒരു സംസ്ഥാന സർക്കാരിന് വിഷൻ ഇല്ലാണ്ടായിരിക്കുന്നു. അടുത്ത 25 വർഷത്തേക്കുള്ള ഒരു പുതിയ ലോകത്തെ കാണുവാൻ പറ്റാതെ. അത് മാത്രമല്ല, CPM-ന്റെ ഏതെങ്കിലും പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്തില്ലെങ്കിൽ അന്നത്തെ ദിവസത്തെ ശമ്പളം കട്ടി ഈ പാവപ്പെട്ട കുടുംബശ്രീ പ്രവർത്തകരുടെയും തൊഴിലുറപ്പ് തൊഴിലാളികളെയും ഒക്കെ. അങ്ങനെയുള്ള എത്രയോ ശബ്ദ സന്ദേശങ്ങളാണ് നമുക്ക് വാർത്തയായി നൽകേണ്ടി വന്നതും. അതെ, അതാണ് നിർഭാഗ്യവശാൽ ഇവരുടെ മൂലധനം ഇത്തരത്തിൽ നിവൃത്തിയില്ലാത്ത തൊഴിലാളികളാണ്. ഈ തൊഴിലാളികളെ വെച്ചുകൊണ്ട് ഈ ജനങ്ങളെ കബളിപ്പിക്കുകയും മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എങ്ങനെയോ കുറച്ച് ഭൂരിപക്ഷം സംഘടിപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് ഇന്ത്യയിൽ പോലും ഇതൊരു തുരുത്തായി മാറിയിരിക്കുന്നത്. ഒരു സംശയവുമില്ല, കേരളത്തിലെ യുവാക്കൾ അവർക്ക് ഈ തട്ടിപ്പുകൾ മനസ്സിലാവുകയും യഥാർത്ഥത്തിൽ ലോകത്തിൽ നടക്കുന്ന വികസനത്തിന്റെ ഭാഗമാക്കാവുവാൻ എന്താണ് ഈ കേരളത്തിൽ ചെയ്യേണ്ടത് എന്ന് അവർ ചിന്തിക്കുകയും ചെയ്താൽ ഒരു സംശയവുമില്ല, ഈ തുരുമ്പിച്ച അവരുടെ ആദർശവും രാഷ്ട്രീയ പ്രത്യയശാസ്ത്രവും അതുപോലെ തന്നെ ഈ ചിന്താ പദ്ധതികളും തകർത്തുകൊണ്ട് അവർ മുന്നേറും. അത്തരത്തിലുള്ള യുവാക്കളാണ് ഈ ലോക കേരള സഭയെ എതിർക്കുവാൻ മുന്നോട്ട് വരിക എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ, ചർച്ചയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിക്കിടെ വീണ്ടും ലോക കേരള സഭയുമായി സംസ്ഥാന സർക്കാർ നീങ്ങുമ്പോൾ വിമർശനങ്ങളെ എങ്ങനെ നേരിടും എന്നുള്ളത് നോക്കിക്കാണേണ്ടത് തന്നെയാണ്. ചർച്ചയിൽ പങ്കെടുത്ത അതിഥികൾക്ക് നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും